ആകാശവാണി വാർത്താ വീക്ഷണം. ആസ്മ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ നന്ദു BS. അവതരണം അഞ്ജന പുതിയമഠം. ലോകമെമ്പാടും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച ലോക ആസ്മ ദിനമായി ആചരിക്കുകയാണ്. ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ആസ്മയെക്കുറിച്ച് ആഴത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക, അവർ നേരിടുന്ന സാമൂഹികമായ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയാണ് ഈ ദിനത്തിന്റെ കാതൽ. ആസ്മ എന്നത് കൃത്യമായ ചികിത്സയിലൂടെയും ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെയും പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണവും പരിസ്ഥിതി മലിനീകരണവും വർദ്ധിച്ചതോടെ ആസ്മ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ഈ ദിനം കടന്നുവരുമ്പോൾ ശ്വാസം എല്ലാവർക്കും അവകാശമാണ് എന്ന വലിയ സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്. നമ്മൾ ഓരോ നിമിഷവും അറിയാതെ ചെയ്യുന്ന ഒന്നാണ് ശ്വസനം. എന്നാൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു ആസ്മ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ശ്വാസവും ഒരു വലിയ യുദ്ധമാണ്. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധയും വീക്കവും കാരണം വായുസഞ്ചാരം തടസ്സപ്പെടുമ്പോൾ ശരീരം വായുവിനായി ദാഹിക്കുന്ന അവസ്ഥയാണ് ആസ്മയുടെ യാഥാർത്ഥ്യം. ഇത് കേവലം ഒരു ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെയും മാനസികാവസ്ഥയെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ആസ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകൾ അതീവ സെൻസിറ്റീവ് ആകുകയും പുറത്തുനിന്നുള്ള ചെറിയ അസ്വസ്ഥതകൾ പോലും അവയെ സങ്കുചിതമാക്കുകയും ചെയ്യുന്നു. ശ്വാസനാളത്തിനുള്ളിലെ പേശികൾ മുറുക്കുന്നതിനൊപ്പം അവിടെ സ്രവങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ വായുവിന് കടന്നുപോകാൻ ഇടമില്ലാതാകുന്നു. ഇത് ശ്വാസം മുട്ടലിനും നെഞ്ചുമുറുകുന്നതിനും കാരണമാകുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗം പലരിലും പല രീതിയിലാണ് കണ്ടുവരുന്നത്. ജനിതകമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ ഒരാൾക്ക് ആസ്മ വരാം. മാതാപിതാക്കൾക്ക് ആസ്മയോ മറ്റ് അലർജി രോഗങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ആസ്മ പലപ്പോഴും പ്രായമാകുന്നതോടെ കുറഞ്ഞു വരാറുണ്ട്. എന്നാൽ മുതിർന്നവരിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ആസ്മ പലപ്പോഴും ജീവിതശൈലിയുമായും തൊഴിൽ സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് ജോലിസ്ഥലത്തെ രാസവസ്തുക്കളോ പുകയോ ഏൽക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത്. ഇതിനെ ഒക്യുപേഷണൽ ആസ്മ എന്ന് വിളിക്കുന്നു. അതുപോലെ കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ മാത്രം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ആസ്മയുടെ പ്രധാന വില്ലന്മാർ. വീടിനുള്ളിലെ പൊടിപടലങ്ങൾ, പഴയ പുസ്തകങ്ങൾ, കർട്ടനുകൾ എന്നിവയിൽ വളരുന്ന അതിസൂക്ഷ്മ ജീവികൾ പലരിലും അലർജിക്ക് കാരണമാകാറുണ്ട്. കൂടാതെ വളർത്തുമൃഗങ്ങളുടെ രോമം, പൂമ്പൊടി, ചില പ്രത്യേക മണങ്ങൾ എന്നിവയും ശ്വാസനാളങ്ങളെ പ്രകോപിപ്പിക്കാം. ആധുനിക വീടുകളിൽ കൃത്യമായ വായുസഞ്ചാരമില്ലാത്തതും AC മുറികളിലെ അമിതമായ ഈർപ്പവും ആസ്മ രോഗികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. വീടിനുള്ളിലെ പുക, പ്രത്യേകിച്ച് അടുക്കളയിൽ വിറകുപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പുക ശ്വാസകോശത്തിന് വലിയ ആഘാതമുണ്ടാക്കുന്നു. പെർഫ്യൂമുകൾ, ചന്ദനത്തിരികൾ, കൊതുകുതിരികൾ എന്നിവയിൽ നിന്നുള്ള പുക പോലും ചിലരിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. പരിസ്ഥിതി മലിനീകരണം ആസ്മ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. വായുവിലെ സൂക്ഷ്മമായ കണികകൾ ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. പുകവലി നേരിട്ടായാലും മറ്റൊരാൾ പുകയ്ക്കുന്നത് ശ്വസിക്കുന്നതായാലും ശ്വാസനാളങ്ങളിൽ കടുത്ത അണുബാധയുണ്ടാക്കാൻ കാരണമാകും. ഗർഭിണികൾ പുക ശ്വസിക്കുന്നത് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഭാവിയിൽ ആസ്മ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതും ഗൗരവകരമായ കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ആസ്മയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. മഞ്ഞുകാലത്തെ തണുത്ത വായു ശ്വാസനാളങ്ങളെ പെട്ടെന്ന് ചുരുക്കുന്നു. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പൂപ്പലുകൾ വളരാൻ സാധ്യതയുള്ളതിനാൽ ഇത് അലർജി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഈ കാലയളവിൽ ഉണ്ടാകുന്ന ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ വൈറൽ ഇൻഫെക്ഷനുകൾ ആസ്മ രോഗികൾക്ക് പെട്ടെന്നുള്ള ശ്വാസം മുട്ടൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് മരുന്നുകളുടെ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായ അവസ്ഥകളും ശ്വസനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കഠിനമായ മാനസിക സമ്മർദ്ദം, ഭയം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം എന്നിവ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശ്വസനഗതി മാറുന്നു. ഇത് ആസ്മയുടെ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കാം. ചിലരിൽ അമിതമായ ചിരി പോലും ശ്വാസം മുട്ടലിന് കാരണമാകാറുണ്ട്. അതിനാൽ ശാരീരികമായ ചികിത്സയോടൊപ്പം തന്നെ മാനസികമായ സുസ്ഥിതിയും ആസ്മ നിയന്ത്രണത്തിൽ പ്രധാനമാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന വ്യായാമങ്ങൾ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകും. ആസ്മ ഉണ്ടെന്ന കാരണത്താൽ കുട്ടികളെ കളികളിൽ നിന്നും മറ്റും മാറ്റി നിർത്തുന്നത് അവരിൽ മാനസികമായ തളർച്ചയുണ്ടാക്കും.
ഇത് രോഗം കൂടാൻ കാരണമായേക്കാം. ആസ്മ പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല എന്ന ധാരണ പലരെയും ചികിത്സയിൽ നിന്ന് പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ മരുന്നുകളിലൂടെയും മുൻകരുതലുകളിലൂടെയും ഈ രോഗത്തെ പൂർണ്ണമായും വരുതിയിലാക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ശ്വാസകോശത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള ആധുനിക ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായ ചുമ, ശ്വാസം വിടുമ്പോഴുള്ള ശബ്ദം എന്നിവ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായേക്കാം. ഇൻഹേലറുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഹേലർ ഉപയോഗിക്കുന്നത് വലിയൊരു രോഗത്തിന്റെ ലക്ഷണമാണെന്നോ അല്ലെങ്കിൽ അത് ശീലമായി മാറുമെന്നോ പലരും ഭയപ്പെടുന്നു. ഗുളികകളേക്കാൾ എത്രയോ സുരക്ഷിതമാണ് ഇൻഹേലറുകൾ. കാരണം ഇൻഹേലറുകൾ മരുന്നിനെ നേരിട്ട് ശ്വാസനാളങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗുളികകൾ കഴിക്കുമ്പോൾ അത് രക്തത്തിൽ കലർന്ന് ശരീരമാകെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഇൻഹേലറുകൾക്ക് ഇല്ല. വളരെ കുറഞ്ഞ അളവിലുള്ള മരുന്നുകൊണ്ട് തന്നെ വേഗത്തിൽ ആശ്വാസം നൽകാൻ ഇൻഹേലറുകൾ സഹായിക്കുന്നു. ഇതൊരു ശീലമല്ല, മറിച്ച് നിങ്ങളുടെ ശ്വാസകോശത്തിന് ലഭിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വീടും പരിസരവും പൊടിയില്ലാതെ സൂക്ഷിക്കുക എന്നത് ആസ്മ രോഗികൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കിടക്കവിരികളും പുതപ്പുകളും കൃത്യമായ ഇടവേളകളിൽ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കണം. പുകവലിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം. വീടിനുള്ളിൽ കാർപ്പറ്റുകൾ ഒഴിവാക്കുന്നത് പൊടി തടയാൻ സഹായിക്കും. വായുസഞ്ചാരമുള്ള മുറികൾ ഉറപ്പാക്കുന്നത് ശ്വാസകോശത്തിന് ഗുണം ചെയ്യും. ഭക്ഷണശീലങ്ങളും ശ്വാസകോശാരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവുകളും ചേർത്ത തണുത്ത പാനീയങ്ങളും ആഹാരങ്ങളും പലരിലും ശ്വാസംമുട്ടൽ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ അലർജിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിനിടയിലുള്ള ശ്വാസംമുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കും. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണെങ്കിലും ആസ്മ രോഗികൾ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്വസനപേശികളെ ബലപ്പെടുത്തുന്ന യോഗയും പ്രാണായാമവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശീലിക്കുന്നത് ആസ്മയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വ്യായാമത്തിന് മുൻപ് ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് വ്യായാമം മൂലമുണ്ടാകുന്ന ശ്വാസം മുട്ടൽ തടയാൻ സഹായിക്കും. ആരോഗ്യ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എങ്കിലും ആസ്മയെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ എല്ലാവരിലും എത്തിയിട്ടില്ല. ചെറിയ കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ കണ്ടാൽ അത് വെറും ജലദോഷമാണെന്ന് കരുതി അവഗണിക്കരുത്. ആസ്മ അറ്റാക്ക് ഉണ്ടായാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് രോഗിയുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിവുണ്ടായിരിക്കണം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതം ആസ്മയെ പ്രതിരോധിക്കാൻ ആവശ്യമാണ്. അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരം സംരക്ഷിക്കുകയും വേണം. ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവണം. നഗരങ്ങളിലെ പുകപടലങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഈ ആസ്മ ദിനത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഓരോ ശ്വാസവും വിലപ്പെട്ടതാണെന്ന് നാം ഓർക്കണം. ശുദ്ധമായ വായുവും ശരിയായ ആരോഗ്യ പരിപാലനവും വഴി നമുക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കാം. ശ്വാസകോശത്തെ സംരക്ഷിക്കാം, പരിസ്ഥിതിയെ സ്നേഹിക്കാം. നമുക്കും മറ്റുള്ളവർക്കും സുഗമമായി ശ്വസിക്കാവുന്ന ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ആരോഗ്യകരമായ ശ്വാസം, ആരോഗ്യകരമായ ജീവിതം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.